ജീനിയസ് സ്കൂൾ ഓഫ് ലീഡേഴ്സിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയിൽ എഴുതപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥം ഏതാണ്? നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ പല ഉത്തരങ്ങളും വരുന്നുണ്ടാവും. പക്ഷേ ഇന്ത്യയിലെ സമസ്ത ജനങ്ങളെയും ബാധിക്കുന്ന, ഇന്ത്യയിലെ ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ നേരിട്ട് സ്വാധീനിക്കുന്ന ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ. അത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥം എന്നറിയപ്പെടേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന തന്നെയാണ്. അത് മറ്റൊരു മതഗ്രന്ഥവുമല്ല. നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് അല്പം കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ചാണ്, പൗരന്റെ മൗലിക അവകാശങ്ങളെ കുറിച്ചാണ്. നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 ആർട്ടിക്കിൾ 12 മുതൽ 35 വരെ, ആർട്ടിക്കിൾ 12 to 35 പാർട്ട് 3 ഫണ്ടമെന്റൽ റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് ഈ ഭാഗത്താണ്. 6 ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. 6 മൗലിക അവകാശങ്ങൾ. ഒന്നാമത്തേത് റൈറ്റ് ടു ഈക്വാലിറ്റിയാണ്, സമത്വത്തിനുള്ള അവകാശം. 2 റൈറ്റ് ടു ഫ്രീഡം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 3 റൈറ്റ് അഗൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണത്തിനെതിരെയുള്ള അവകാശം. 4 റൈറ്റ് ടു റിലീജിയസ് ഫ്രീഡം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. 5 കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. 6 റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇങ്ങനെ 6 അവകാശങ്ങളാണ് ഇന്ത്യൻ ഭരണഘടന അതിലെ പൗരന്മാർക്ക് ഉറപ്പു നൽകുന്നത്. അതിലൊന്നാമത്തേത് റൈറ്റ് ടു ഈക്വാലിറ്റിയാണ്, സമത്വത്തിനുള്ള അവകാശം. റൈറ്റ് ടു ഈക്വാലിറ്റി. എന്താണ് സമത്വത്തിനുള്ള അവകാശം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ ഉദ്ദേശിക്കുന്നത് എൻഷുവർ ഈക്വാലിറ്റി ബിഫോർ ലോ ആണ്. നിയമത്തിന് മുൻപിൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളതാണ്. നിയമസംഹിതയുടെയോ കോടതിയുടെയോ മുൻപിൽ വലിയവനെന്നോ ചെറിയവനെന്നോ, പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ, ഹിന്ദുവെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസൽമാനെന്നോ, പണ്ഡിതനെന്നോ പാമരനെന്നോ ഒരു ഭേദവും ഉണ്ടാവില്ല. നിയമത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ, റേസ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എക്സെട്ര. എന്താണ്? ജാതി, മതം, ജനനസ്ഥലം, ലിംഗം, വംശം, ഇതിൻ്റെ ഒന്നും പേരിലുള്ള ഒരു വിവേചനവും പാടില്ല എന്നുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത്. എൻഷുവർ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി ഇൻ പബ്ലിക് എംപ്ലോയ്മെന്റ്സ്, പൊതുവായിട്ടുള്ള ജോലികളിൽ, ഗവൺമെന്റ് ജോലികളിൽ എല്ലാവർക്കും തുല്യ അവകാശം എന്നുള്ളതാണ് അത്. അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്, ഒരാൾക്കും പ്രത്യേകിച്ച് ഒരു പദവിയും ഇല്ല. ഇത്രയും കാര്യങ്ങളാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് റൈറ്റ് ടു ഈക്വാലിറ്റി എന്ന് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത്. രണ്ടാമത്തെ ഫണ്ടമെന്റൽ റൈറ്റ് റൈറ്റ് ടു ഫ്രീഡം ആണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ആണ് ഒന്നാമത് വരുന്നത്. പ്രസംഗിക്കുന്നതിനും ആശയപ്രകടനത്തിനും ഉള്ള അവകാശം. സഭ്യമായ ഭാഷയിൽ നമുക്ക് പ്രസംഗിക്കാം, സഭ്യമായ ഭാഷയിൽ നമ്മുടെ ആശയങ്ങൾ നമുക്ക് പ്രകടിപ്പിക്കാം. അതാണ് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി വരുന്നത് ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി വിത്തൗട്ട് ആംസ്, എന്ന് വെച്ചാൽ ആയുധങ്ങളൊന്നും കൈവശമില്ലാതെ നമുക്ക് സംഘടിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ഫ്രീഡം ടു ഫോം അസോസിയേഷൻസ്, നമുക്ക് സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ടെററിസ്റ്റ് ഓർഗനൈസേഷൻസ് അല്ല, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം ഉണ്ട്. ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും നമുക്ക് സഞ്ചരിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുന്നു. ഈ പറയുമ്പോൾ ഓർക്കണം, ചില നിർണായകമായ സ്ഥലങ്ങളുണ്ട്, സൈനിക പ്രാധാന്യമുള്ള സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ പവർ സ്റ്റേഷനുകളുണ്ട്. അവിടെ എല്ലാം പോയി സഞ്ചരിക്കാമെന്ന് വിചാരിക്കരുത്. പൗരന്മാരുടെ സുരക്ഷയെ കരുതി, രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി തടസ്സങ്ങൾ ഏർപ്പെടുത്തിയ സ്ഥലങ്ങളുണ്ട്. അവിടെ ഒഴിച്ചാൽ
ഫ്രീഡം ടു ട്രാവൽ എനിവെയർ ഇൻ ഇന്ത്യ, ഫ്രീഡം ടു റിസൈഡ് എനിവെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതും ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉണ്ടാവും, അവിടെ ഒഴികെ ഇന്ത്യയിൽ എവിടെയും താമസിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, മറ്റ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വരെ കാശ്മീരിൽ മറ്റ് സംസ്ഥാനത്തുള്ളവർക്ക് ഭൂമി വാങ്ങുന്നതിനും വീട് വയ്ക്കുന്നതിനും ഒക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതില്ല. ഇപ്പോൾ മറ്റുള്ളവർക്കും കാശ്മീരിൽ എത്താം, നമുക്ക് വേണമെങ്കിലും കാശ്മീരിൽ സ്ഥലം വാങ്ങാൻ ഇപ്പോൾ സ്വാതന്ത്ര്യമുണ്ട്. ഫ്രീഡം ടു ക്യാരി ഓൺ എനി ഓക്കുപ്പേഷൻ, ട്രേഡ് ഓർ ബിസിനസ്, ഏത് തൊഴിലും വ്യവസായവും നമുക്ക് ചെയ്യുന്നതിനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, വ്യക്തി സ്വാതന്ത്ര്യത്തിനും ജീവിക്കുന്നതിനും ഉള്ള സ്വാതന്ത്ര്യം ഉണ്ട്. റൈറ്റ് ടു ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ബിറ്റ്വീൻ 6 and 14, ഇന്നതൊരു അവകാശമാണ് നമ്മുടേത്. 6 മുതൽ 14 വയസ്സിന് വരെയുള്ള 6നും 14നും ഇടയിൽ പ്രായമുള്ളവർക്ക് നിർബന്ധിത സൗജന്യ വിദ്യാഭ്യാസം. പ്രൊട്ടക്ഷൻ ഫ്രം ആർബിട്രറി അറസ്റ്റ് ആൻഡ് ഡിറ്റൻഷൻ, അന്യായമായുള്ള തടങ്കൽ, അറസ്റ്റ്, ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ടാവും. അപ്പോൾ റൈറ്റ് ടു ഫ്രീഡം എന്ന് പറയുമ്പോൾ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിൽ ഒന്നാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് തരുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങൾ നാം ഈ പറഞ്ഞവയാണ്. ഇത്രയും കാര്യങ്ങൾ റൈറ്റ് ടു ഫ്രീഡം എന്നതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പ് തരുന്ന 2 സ്വാതന്ത്ര്യം നമ്മൾ സംസാരിച്ചു, റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം. അടുത്തത് റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള അവകാശം. റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയും, ചൂഷണത്തിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള അവകാശം. നമുക്കറിയാം, ചൂഷണം ചെയ്യപ്പെടുന്നത് പലപ്പോഴും കുട്ടികൾ, സ്ത്രീകൾ, ഇവരൊക്കെ ശാരീരികമായും മാനസികമായും ഒക്കെ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്. അതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള സ്വാതന്ത്ര്യമാണ് ഈ റൈറ്റ് എഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഹിബിറ്റഡ്. ഫോഴ്സ്ഡ് ലേബർ ആൻഡ് ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ് എന്ന് വെച്ചാൽ നിർബന്ധിത ജോലിയും മനുഷ്യക്കടത്തും, ട്രാഫിക്കിംഗ് ഹ്യൂമൻ ബീങ്സ്, മനുഷ്യക്കടത്തും പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു. അത് ചൂഷണത്തിന്റെ പരിധിയിൽപ്പെടുന്നതാണ്. എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് ആൻഡ് അതർ ഡേഞ്ചറസ് സെക്ടേഴ്സ് ആർ ഫോർബിഡൻ. കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലും അതുപോലെ അപകടകരമായ സാഹചര്യങ്ങൾ, ചൈൽഡ് ലേബർ, മനുഷ്യക്കടത്ത്, ചൈൽഡ് ലേബർ, ഫോഴ്സ്ഡ് ലേബർ, ഇതൊക്കെ ചൂഷണത്തിന്റെ പരിധിയിൽപ്പെടുന്നതായിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണക്കാക്കുന്നത്. നിർബന്ധിത ജോലി, മനുഷ്യക്കടത്ത്, ബാലവേല, ഇവയെല്ലാം ചൂഷണത്തിന്റെ പരിധിയിൽപ്പെടുന്നതും അതിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള സ്വാതന്ത്ര്യം ഓരോ പൗരന്മാർക്കും ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നുള്ളതാണ്. അത് അവർക്കും മനസ്സിലാക്കുന്നതാണ്. റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം. ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറുന്നതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യവും ഇന്ത്യൻ ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും, പക്ഷേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ആവരുത് എന്ന് മാത്രം. നമ്മൾ പലപ്പോഴും പറയും, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് എത്ര വേണമെങ്കിൽ പുകഴ്ത്തി പറയാം, എൻ്റെ അമ്മ നല്ല അമ്മയാണ്, എൻ്റെ അമ്മ എന്നെ പരിപാലിക്കുന്നു, എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് എത്ര വേണമെങ്കിൽ പുകഴ്ത്താം, പക്ഷേ എൻ്റെ അമ്മ മാത്രമാണ് നല്ല അമ്മ എന്ന് പറയാൻ പാടില്ല. എല്ലാവരുടെയും അമ്മയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ മതത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടും അത് തന്നെയാണ്. നമ്മുടെ മതത്തെക്കുറിച്ച് നമുക്ക് എത്ര വേണമെങ്കിൽ സംസാരിക്കാം, നമ്മുടെ മതം വളരെ നല്ല മതമാണെന്ന് നമുക്ക് സ്ഥാപിക്കാം, പക്ഷേ നമ്മുടെ മതം മാത്രമാണ് നല്ലത്, മറ്റു മതങ്ങൾ മോശമാണ് എന്ന് പറയാൻ പാടില്ല. അത് സ്വാതന്ത്ര്യത്തിൻ്റെ പരിധിയിൽ പെടുന്നതല്ല. അങ്ങനെ അതൊഴിച്ചു നിർത്തിയാൽ ഏത് മതത്തിലും വിശ്വസിക്കാം, മതത്തിൽ നിന്ന് മാറി വിശ്വസിക്കാം. ഹിന്ദുവായ ഒരാൾക്ക് മുസൽമാനാകാം, മുസൽമാനായ ഒരാൾക്ക് ഹിന്ദു മതത്തിലേക്ക് വരാം, ക്രിസ്ത്യാനിയാവാം, ഒരു തടസ്സങ്ങളുമില്ല. ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാം. റൈറ്റ് ടു പ്രൊഫസ്, പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എനി റിലീജിയൻ, ഏത് മതവും പിന്തുടരുന്നതിനും അതിലെ ആചാരാനുഷ്ഠാനങ്ങൾ നിർവഹിക്കുന്നതിനും ഉള്ള അവകാശമുണ്ടാവും. ഫ്രീഡം ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ പർപ്പസ്, മതപരമായ ആവശ്യങ്ങൾക്കും അതുപോലെ ഈ ചാരിറ്റബിൾ ആയിട്ടുള്ള ആവശ്യങ്ങൾക്കും വേണ്ടി സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശവും നമുക്കുണ്ടാവും. റൈറ്റ് അഗൈൻസ്റ്റ് ടാക്സേഷൻ ഫോർ പ്രൊമോട്ടിംഗ് എ പർട്ടിക്കുലർ റിലീജിയൻ,
ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി നികുതിയോ മറ്റു കാര്യങ്ങളോ പാടില്ല എന്നുള്ളതും ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്നു. അതാണ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ. ഇത് പ്രധാനമായും ന്യൂനപക്ഷങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്. മതപരമായും മറ്റുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് അവരുടെ ഭാഷയും അവരുടെ സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ പല ഭാഷകൾക്കും ലിപി പോലും ഇല്ലാത്ത ഭാഷകളുണ്ട്. ഉദാഹരണം കൊങ്കിണി, ഗോവയിലെ ഭാഷയാണ് കൊങ്കിണി. ആ ഭാഷയ്ക്ക് ലിപി ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. അതുപോലെ കർണാടകയിലുള്ളൊരു ഭാഷയാണ് തുളു എന്ന് പറയുന്നത്, അതിനും ലിപിയില്ല. പക്ഷേ ഇത്തരം ഭാഷകൾ അത് സംരക്ഷിക്കുന്നതിനും അതുപോലെ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ചില ആളുകളുണ്ട്, അവരുടെ സംസ്കാരം സംരക്ഷിക്കാനും ഉള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഉറപ്പു തരുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തമിഴ്നാട്ടിൽ വളരെ ചെറിയൊരു വിഭാഗം നമുക്കറിയാം, മൃതശരീരം അടക്കം ചെയ്യുന്ന സമയത്ത് അവർ കസേരയിലൊക്കെ ഇരുത്തി മാലയൊക്കെ ഇട്ട് കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഒപ്പിച്ച് വളരെ ആഘോഷമായിട്ട് പാട്ടുമൊക്കെ പാടിക്കൊണ്ടു നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ഒരു സംസ്കാരമാണ്, അത് പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ട്. തങ്ങളുടെ ഭാഷ, സംസ്കാരം ഇവയൊക്കെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ദിയർ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ആൻഡ് കൾച്ചർ. ഭാഷയും ലിപിയും സംസ്കാരവും സംരക്ഷിക്കുന്നതിനുള്ള അവകാശം. റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ഹാവ് ദ റൈറ്റ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് അഡ്മിനിസ്റ്റർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദിയർ ചോയ്സ്. ഭാഷാപരമായും മതപരമായും ഉള്ള ന്യൂനപക്ഷങ്ങൾക്ക്, റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറയുന്നത്, മതപരമായും ഭാഷാപരമായുള്ള ന്യൂനപക്ഷങ്ങൾക്ക് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനും അവരുടെ സംസ്കാരം പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യവും ഈ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് എന്നതിൽ പെടുന്നു. ആൻഡ് ലാസ്റ്റ് വൺ റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത് ഇതിനെയാണ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് ദ സോൾ ആൻഡ് ഹാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹത്തോട് ചോദിച്ചു, ഇന്ത്യൻ ഭരണഘടനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായി അങ്ങ് കരുതുന്നത് ഏതാണ് എന്ന് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് എന്നുള്ളതാണ്. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള നിർദ്ദേശം, അതാണ് ഏറ്റവും പ്രധാനം. അതായത് നമ്മുടെ ഏതെങ്കിലും ഒരു അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ നമുക്കതിന് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ അത് സ്ഥാപിച്ച് നേടിയെടുക്കുന്നതിനുള്ള അവകാശം നമുക്കുണ്ടാവും. നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന ഡോക്ടർ നമ്പിനാരായണൻ, നമ്മുടെ സ്പേസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ നമ്പിനാരായണന് അദ്ദേഹം നടത്തിയ ഐതിഹാസികമായിട്ടുള്ള ഒരു നിയമ പോരാട്ടവും അതിൽ അവസാനം അദ്ദേഹത്തിന് ലഭിച്ച നീതിയും നമുക്ക് ഓർമ്മയുണ്ടാവും. ഒരു കൂട്ടം മാധ്യമങ്ങളും ഒരു കൂട്ടം രാഷ്ട്രീയത്തിലെ ഒരു വിഭാഗം ആളുകളും ചേർന്നുകൊണ്ട് ഇന്ത്യ കണ്ട ഡോക്ടർ കലാമിനോടൊപ്പം ബഹുമാനിക്കപ്പെടുന്ന മഹാനായ ഒരു ശാസ്ത്രജ്ഞനെ അദ്ദേഹത്തെ ചാരവൃത്തിക്കാരനാക്കി, ശത്രുരാജ്യത്തിൻ്റെ ചാരനാക്കി, നമ്മുടെ രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുത്തു എന്ന് പറഞ്ഞ് മാനസികമായി ശാരീരികമായി അതിക്രൂരമായി പീഡിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അത് പിന്നീട് കെട്ടിച്ചമച്ച ഒരു കേസായിരുന്നു എന്ന് CBI തെളിയിക്കുകയുണ്ടായി. തുടർന്ന് ഡോക്ടർ നമ്പിനാരായണൻ അതിനെതിരെയുള്ള പരിഹാര നടപടികൾ ആരംഭിച്ചു. അതൊരിക്കലും അക്രമമാർഗത്തിലൂടെയോ ഭീകരവാദ മാർഗത്തിലൂടെയോ ആയിരുന്നില്ല, അതിന് നിയമപരമായിട്ടുള്ള പരിഹാരമാണ് ആഗ്രഹിച്ചത്. അങ്ങനെ കോടതികൾ തോറും കയറിയിറങ്ങുകയും അവസാനം പരമോന്നത കോടതി അദ്ദേഹത്തിന് അനുകൂലമായി വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. തുടർന്ന് ഭരണകൂടം 2 തവണയായി അദ്ദേഹത്തിന് 1,90,00,000 രൂപ, ഏതാണ്ട് 2 കോടിക്കടുത്ത് രൂപ നഷ്ടപരിഹാരം കൊടുത്തു. നമുക്കറിയാം പണം ഒരിക്കലും ഒരു പരിഹാര മാർഗമല്ല. എന്നിരുന്നാൽ പോലും അദ്ദേഹം അനുഭവിച്ച മാനസിക പീഡനത്തിനും നേരിട്ട അപമാനത്തിനും ഉള്ള പ്രതിവിധി എന്നുള്ള നിലയിൽ ആ തുക അദ്ദേഹത്തിന് നൽകാനായിരുന്നു നമ്മുടെ ഗവൺമെൻറ് തീരുമാനവും കോടതിയുടെ ഉത്തരവും. അപ്പോൾ അത് ഭരണഘടനാപരമായ ഒരു പരിഹാരത്തിനുള്ള അവകാശമാണ്. നമ്മുടെ ഏതെങ്കിലും അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ, നമ്മുടെ ഏതെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിന് തടസ്സം നേരിട്ടാൽ, നമ്മുടെ സ്വത്തോ ജീവനോ ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ അതിന് പരിഹാരം ഭരണഘടന തന്നെ നമുക്ക് കണ്ടുതരും. അതിനുവേണ്ടിയാണ് പോലീസും കോടതിയും എല്ലാ നിയമ സംവിധാനങ്ങളും നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള നിർദ്ദേശം, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും ആണെന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അപ്പം വേഗത്തിലാണ് പറഞ്ഞത്, നമുക്കറിയാം വേഗത്തിലുള്ള ഒരു പോർഷൻ ആയതുകൊണ്ട് തന്നെ ചുരുക്കി പറയുക എന്നത് പോസിബിൾ ആയിരുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ 6 എണ്ണമാണ്. അത് പ്രധാനമായും ഈ 6 പോയിന്റുകൾ നിങ്ങൾ പഠിക്കുക. ഒപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞതാണ് എങ്കിലും അത് ആവർത്തിച്ച് കേട്ടാൽ വീണ്ടും അത് നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ് ടു ഈക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗൈൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ, കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്, റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. ഒരിക്കലും മറക്കരുത്, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3
ആർട്ടിക്കിൾ 12-35 പറഞ്ഞിരിക്കുന്ന മൗലിക അവകാശങ്ങൾ. നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. കൂടുതൽ നിങ്ങളുടെ സുഹൃത്തുക്കളോട് പറയുക, പങ്കുവയ്ക്കുക. താങ്ക് യു.